മലപ്പുറം നിലമ്പൂരിൽ കനത്ത മഴ പെയ്യുകയാണ്. പുന്നപ്പുഴയിൽ ചങ്ങാടം ഒലിച്ചുപോയി. ഇതോടെ പുഞ്ചക്കൊല്ലി അളക്കൽ ഉന്നതികൾ ഒറ്റപ്പെട്ടു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, കനത്ത മഴയാണോ? നിലവിലെ സാഹചര്യം എന്താണ്? അനുജ, ഇടവിട്ട് കനത്ത മഴയാണ് നിലമ്പൂർ മേഖലയിലും പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള അതിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന ചങ്ങാടമാണ് ഒലിച്ചു പോയിരിക്കുന്നത്. ഇത് ഒരുപാട് ആദിവാസി കുടുംബങ്ങൾ ഈ പുന്നപ്പുഴ കടക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ ചങ്ങാടമാണ്. ഇതോടുകൂടിയാണ് ഇപ്പോൾ പുഞ്ചക്കൊല്ലി അളക്കൽ നഗറുകൾ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നത്. കാരണം 100ഓളം ആദിവാസി കുടുംബങ്ങളാണ് ആ പ്രദേശത്തുള്ളത്. അവർ റേഷൻ വാങ്ങുന്നതിന് വേണ്ടി ഉൾപ്പെടെ ഈ വഴിക്കടവ് പ്രദേശത്തേക്ക് വന്നിരുന്നത് ഈ പുന്നപ്പുഴ കടന്നാണ്. അപ്പോൾ അതിൽ കടക്കുന്നതിനുള്ള ചങ്ങാടമാണ് ഇപ്പോൾ ഒലിച്ചു പോയിരിക്കുന്നത്. ഇനി അതിന് മറ്റൊരു പ്രതിവിധി കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ്. അതുവരെ ഒരു ഒറ്റപ്പെട്ട സാഹചര്യമാണ്. ഇപ്പോഴും ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ് ജില്ലയിലെ പൊതുവെയുള്ള കാലാവസ്ഥ ഉള്ളത്. അതായത് ഇപ്പോൾ തിരിച്ച് എത്താൻ കഴിയാതെ ആരെങ്കിലും മറുഭാഗത്തൊക്കെ പെട്ടുപോയിട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാൻ എന്താണ് ഇപ്പോൾ അധികൃതർ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടോ? അവർ എന്തെങ്കിലും ഒരു മറുപടി നൽകുമോ? നിലവിൽ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സാഹചര്യമില്ല. ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളൊരു നിലവിലൊരു സ്ഥിതിയില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഫയർഫോഴ്സ് അവരുടെ കയ്യിൽ തന്നെയുള്ള ചെറിയ വള്ളങ്ങൾ ഇറക്കിയായിരുന്നു ഇതൊരു പ്രതിവിധി കണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും അത് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം അല്പസമയം മുൻപാണ് ഇത് ഒരു ഒലിച്ചു പോകുന്നുണ്ടായത്. കാരണം ഈ നിലമ്പൂർ മേഖലയിൽ മഴയില്ല എന്നുണ്ടെങ്കിൽ പോലും വയനാടൻ മേഖലകളിൽ കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇമ്പാക്ട് അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ നിലമ്പൂർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോൾ കനത്ത മഴ ഇനിയും തുടരുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ സ്ഥലത്ത് ഒരുക്കേണ്ടി വരും. അനുജ.